അപ്പോസ്തലൻ എന്ന് സാധാരണ വിളിക്കാറുണ്ട്. തുടർന്ന് യോഹന്നാന്റെ ലേഖനങ്ങൾ നാം നോക്കിയാൽ സ്നേഹം എന്നുള്ള വിഷയമാണ് പ്രധാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നും വിളിക്കാറുണ്ട്. വീണ്ടും യാക്കോബിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ പ്രവൃത്തി കൂടെ വേണം, വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി കൂടെ വേണം എന്ന് കാണിച്ച് താന് വിശ്വാസികൾ പ്രവൃത്തിയുള്ളവരായി തീരണം എന്ന് താൻ ഊന്നി പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാക്കോബിനെ പ്രവൃത്തികളുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കും. അടുത്തതായിട്ട് യൂദയാണ്. യൂദായെ സംബന്ധിച്ചുള്ള നാം പഠിക്കുമ്പോൾ ഒരു ലേഖനം മാത്രം അല്ലെങ്കിൽ ഒരു അധ്യായം മാത്രമാണ് താൻ എഴുതിയിരിക്കുന്നത്. ഒരു അധ്യായം മാത്രമേ അതിലുള്ളൂ എങ്കിലും ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദുരുപദേശ ഖണ്ഡകൻ എന്നുള്ളതായ അർത്ഥത്തിൽ ആ അപ്പോസ്തലൻ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. അങ്ങനെ 5 പേര് കൂടി എഴുതിയതായിരിക്കുന്ന 21 ലേഖനങ്ങളിൽ നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതിയതായ 14 ലേഖനങ്ങളിൽ ഉൾപ്പെട്ട ഇടയലേഖനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന 4 ലേഖനങ്ങളെ സംബന്ധിച്ചാണ് ഈ സെമസ്റ്ററിൽ നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. ആ ലേഖനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സഭകൾക്ക് എഴുതിയ ലേഖനമല്ല അത് എന്നുള്ളതാണ്. റോമർ മുതൽ എബ്രായ ലേഖനം വരെയുള്ള ഭാഗങ്ങൾ നാം ശ്രദ്ധിച്ചാൽ താന് എഴുതിയതായിരിക്കുന്ന ലേഖനങ്ങൾ മിക്കതും സഭകൾക്ക് എഴുതിയ ലേഖനമാണ്. റോമ സഭ, കൊരിന്ത്യ സഭ, ഗലാത്യ സഭ, എഫേസ്യ സഭ, അതുപോലെ സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളാണ് കൂടുതലായിട്ടും പൗലോസ് എഴുതുവാനിടയായി. എന്നാൽ പൗലോസ് എഴുതിയതായ ലേഖനങ്ങളിൽ വ്യക്തികൾക്ക് എഴുതിയതായ 4 ലേഖനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അത് ഏതൊക്കെയാണ് നമുക്കറിയാം. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലോമോൻ. ഈ 4 ലേഖനങ്ങളും സഭയോടുള്ള ബന്ധത്തിലാണ് എഴുതിയതെങ്കിലും എന്താണ് ഈ ലേഖനങ്ങളുടെ പ്രത്യേകത? ഇത് വ്യക്തിപരമായി എഴുതിയതായ ലേഖനങ്ങളാണ്. അപ്പോൾ ഇടയലേഖനങ്ങൾ എന്ന് പറയുന്നത് ഈ 4 ലേഖനങ്ങളാണ്. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലോമോൻ. ഫിലോമോൻ എഴുതിയതായിരിക്കുന്ന ആ ലേഖനം ചിലര് ഇടയലേഖനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 3 ലേഖനങ്ങളാണ് ഇടയലേഖനങ്ങൾ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഫിലോമോന്റെ ലേഖനം ഒരു അധ്യായം മാത്രമേ ഉള്ളൂ എങ്കിലും സാർവത്രികമായിരിക്കുന്ന സഭയോടുള്ള ബന്ധത്തിൽ അതിനകത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടുള്ളത് കൊണ്ട് അതും കൂടെ ചേർത്ത് 4 ലേഖനങ്ങൾ ഉൾപ്പെട്ട ലേഖനങ്ങളാണ് ഇടയലേഖനങ്ങൾ എന്നാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പൗലോസിന്റെ ശുശ്രൂഷയിൽ ദൈവഭാഗത്തേക്ക് വന്നതായ 3 വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാരൊക്കെയാണ്? തിമോത്തിയോസും, തീത്തോസും, ഫിലോമോനും. അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. പൗലോസിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ
കർത്താവിൽ വിശ്വസിച്ച് നിത്യജീവന്റെ അവകാശികളായി തീർന്ന ഈ 3 പേരാണ് ഈ 4 ലേഖനങ്ങൾ എഴുതുവാനായിട്ട് 4 ലേഖനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഇവരുടെ പ്രത്യേകത എന്നറിയാമോ? ഈ 3 പേരുടെയും പ്രത്യേകത എന്താണ്? ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവഭാഗത്തേക്ക് വന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഇവര് യഹൂദന്മാരായിരുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിൽ വിശ്വസിച്ച് ദൈവഭാഗത്തേക്ക് കടന്നു വന്നവരാണ് ഈ 3 വ്യക്തികളും. ആരൊക്കെ? തിമോത്തിയോസും തീത്തോസും ഫിലോമോനും. അങ്ങനെയാണെങ്കിൽ പ്രാരംഭമായിട്ട് ഈ ലേഖനങ്ങളിലേക്ക് നാം പഠനത്തോടുള്ള ബന്ധത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഈ 3 വ്യക്തികളെ സംബന്ധിച്ചുള്ള ചില അറിവുകൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 3 വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങൾ നമ്മൾ മുന്നമേ അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. ആദ്യമായി തിമോത്തിയോസിനെ കുറിച്ച് നാം ചിന്തിച്ചാൽ, തിമോത്തിയോസിന്റെ മാതാവ് ഒരു യഹൂദ സ്ത്രീയും പിതാവ് ഒരു യവനനുമായിരുന്നു. യവനൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സമൂഹത്തിൽപ്പെട്ട ഒരു വിജാതീയനുമായ ആളായിരുന്നു ആര്? തിമോത്തിയോസിന്റെ പിതാവ്. കർത്താവിന് വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിച്ച ഒരു നല്ല ഭടനായിട്ടാണ് തിമോത്തിയോസിനെ ദൈവവചനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തിമോത്തിയോസിന്റെ അമ്മ ആരാണ്? അമ്മയുടെ പേരെന്താ? യൂനിക്ക. അമ്മയുടെ പേര് യൂനിക്ക എന്നും അമ്മയുടെ മാതാവ്, അമ്മയുടെ അമ്മ അല്ലെങ്കിൽ വലിയമ്മയുടെ പേര് ലോബീസ് എന്നുമായിരുന്നുവെന്ന് തനിക്ക് എഴുതിയതായിരിക്കുന്ന ലേഖനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ 1ാമത്തെ മിഷനറി യാത്രാ കാലയളവിലാണ് ഈ തിമോത്തിയോസിന്റെ അമ്മയും വല്യമ്മയും അഥവാ അമ്മ യൂനിക്കയും വലിയമ്മ ലോബീസും രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായത്. എന്നാൽ പൗലോസിന്റെ 2ാമത്തെ മിഷനറി യാത്രയിൽ വെച്ചാണ് തിമോത്തിയോസിനെ അല്ലെങ്കിൽ യൂനിക്ക എന്ന് പറയുന്നതായ ആ തിമോത്തിയോസിന്റെ മാതാവിനോടൊപ്പമായിരുന്ന തിമോത്തിയോസിനെ കാണുവാനും ആ തിമോത്തിയോസിന്റെ തീഷ്ണതയും വചനത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസമൊക്കെ പൗലോസ് കണ്ടിട്ട് തന്റെ 2ാമത്തെ മിഷനറി യാത്രയിൽ ലുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പൗലോസ് തിമോത്തിയോസിനെ തന്റെ കൂടെ കൂട്ടുവാനായിട്ട് ഇടയായത്. അങ്ങനെ പൗലോസിനോടൊപ്പം താന് അനേക സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുകയും പൗലോസുമായിട്ട് വളരെ അടുത്തതായിട്ട് ഇടപെടുകയും ചെയ്തതായിരിക്കുന്ന ഒരു ശിഷ്യനായിരുന്നു ആര്? തിമോത്തിയോസ്. വാസ്തവം പറഞ്ഞാൽ തിമോത്തിയോസിനെ കൂടെ കൊണ്ടു നടന്നതുപോലെ പൗലോസ് മറ്റാരെയും അങ്ങനെ കൊണ്ടു നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അത്രയ്ക്കും തിമോത്തിയോസിനെ തനിക്ക് ഇഷ്ടമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു പൗലോസിന് ഉണ്ടായിരുന്നത്. എന്നാൽ പൗലോസിന്റെ കാരാഗൃഹവാസത്തിൽ
തൻ്റെ ജീവിത സായാഹ്നത്തിലെത്തിയ കാലത്താണ് താന് തിമത്യോസിന് എന്ത് ചെയ്തത്? ലേഖനം എഴുതി കൊടുക്കുവാനായിട്ട് ഇടയായത്. മാത്രമല്ല, അവരെ ശുശ്രൂഷയാൽ എപ്പിയേഷ്യ എന്ന് പറയുന്ന എഫെസോസ് എന്ന് പറയുന്നതായ പട്ടണത്തിൽ ഉണ്ടായതായ അവിടെയുള്ളതായിരിക്കുന്ന സഭയുടെ ഒരു പാസ്റ്ററായിട്ട്, ഒരു അധ്യക്ഷനായിട്ട് താന് തിമത്യോസിനെ അവിടേക്ക് അയക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ കാരണം അത്രമാത്രം വചനത്തിലുള്ളതായിരിക്കുന്ന തിട്ടവും ക്രിസ്തീയ ജീവിതത്തിലുള്ള ശുഷ്കാന്തിയും വചനത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസവും ഒക്കെ തിമത്യോസിൽ പൗലോസ് കണ്ടതുകൊണ്ടാണ് യൗവനമായിരുന്നിട്ടും തിമത്യോസിനെ പൗലോസ് എഫെസോസ് സഭയിലേക്ക് അയക്കുവാനായിട്ട് ഇടയായത്. ആ തിമത്യോസിന് പൗലോസ് 2 ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 2 ലേഖനങ്ങൾ. ഒന്ന്, തിമത്യോസിന് ലേഖനം നാം പഠിക്കുമ്പോൾ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഒരു പാസ്റ്റർ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നാണ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ തിമത്യോസിന് താന് എഴുതുവാനിടയായത്. സഭാ നടത്തിപ്പിൽ ആ സഭയെ നയിക്കുന്ന ആ ദൈവദാസൻ അവൻ എങ്ങനെയുള്ള ആളായിരിക്കണം, എങ്ങനെയാണ് സഭയെ നയിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ പൗലോസിന്റെ തിമോഥെയോസിന് എഴുതിയതായിരിക്കും 1-ാം ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കൊരു വേദഭാഗം അതിൽ നിന്ന് വായിക്കാമോ? 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? തിമോഥെയോസ് 2-ാം അധ്യായം 2-ാം വാക്യം. വിശ്വാസത്താൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷാപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പ് പ്രബോധിപ്പിക്കുന്നു. മതി, താങ്ക് യു. ഇവിടെ തിമോഥെയോസിന് താൻ 1-ാം ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ എഴുതാനൊരു കാരണം, ആ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് നീറോ എന്ന് പറയുന്നതായ ഒരു ചക്രവർത്തിയായിരുന്നു. നീറോ ചക്രവർത്തി. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം നാം സഭാചരിത്രത്തിൽ പഠിക്കുമ്പോൾ അത്രമാത്രം ക്രിസ്ത്യാനികൾക്ക് ഉപദ്രവവും പീഡയും ചെയ്ത ഒരു ചക്രവർത്തിയായിരുന്നു ആര്? നീറോ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപാട് ക്രിസ്ത്യാനികളെ, ദൈവമക്കളെ അദ്ദേഹം പീഡിപ്പിക്കുവാനും കൊല്ലുവാനും ഇടയായിട്ടുണ്ട്. സഭാചരിത്രത്തിൽ പഠിച്ചാൽ വിശ്വാസികളെ മെഴുകുകൊണ്ട്, അതായത് പൊതിഞ്ഞ ശേഷം അതിനകത്ത് തിരി കൊളുത്തി രാത്രി വെളിച്ചങ്ങളായി കത്തുവാൻ ആ നീറോ എന്ന് പറയുന്ന ദുഷ്ട ചക്രവർത്തി ചെയ്ത ആ വലിയ പീഡ ഒരിക്കലും മറക്കാവതല്ല. വഴിവിളക്കുകളായി ക്രിസ്ത്യാനികളെ ജീവനോടെ നിർത്തി മെഴുകു പൊതിഞ്ഞ് അദ്ദേഹം കത്തിച്ച ക്രൂര സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് പൗലോസ് ലേഖനം എഴുതിയത്. പൗലോസിനറിയാം
ക്രിസ്ത്യാനികളെ വളരെ പീഡിപ്പിച്ച ഒരു ചക്രവർത്തിയാണ്, അധികാരിയാണ്. ആര്? നീറോ ചക്രവർത്തി. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ലേഖനത്തിൽ താന് എഴുതിയിരിക്കുന്നത്, രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി ദൈവമക്കൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇത് വാസ്തവത്തിൽ തിമോത്തിയോസിനോട് മാത്രം പറയുന്ന ഒരു കാര്യമായിട്ട് ആരും ചിന്തിക്കരുത്. ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആഴ്ത്തി എഴുതേണ്ട ഒരു ഭാഗം കൂടിയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിലും നാമും എന്ത് ചെയ്യുന്നവരായിരിക്കണം? രാജാക്കന്മാർക്ക് വേണ്ടിയും നമ്മെ ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്ക് വേണ്ടിയും അധികാരികൾക്ക് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം? പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇനി 2 തിമോത്തിയോസിന്റെ ലേഖനം നാം പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അത് എഴുതാൻ കാരണം ദുരുപദേശം സഭയിലേക്ക് തള്ളിക്കയറിക്കൊണ്ടിരുന്നതായ ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തിമോത്തിയോസിന് 2-ാം ലേഖനം താന് എഴുതുവാനായിട്ടിടയായി. അപ്പൊ ആ ലേഖനം എഴുതിയതായ പശ്ചാത്തലങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. പ്ലീസ് വായിച്ചാട്ടെ. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ മനസ്സിലാക്കാനിടയാകും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവരായി നിൽപ്പാൻ ശ്രമിക്കാം. കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഈ 2-ാം ലേഖനം എഴുതുവാനായിട്ടിടയായതിന്റെ പശ്ചാത്തലം എന്താണ്? ആ കാലഘട്ടത്തിൽ അനേക ദുരുപദേശങ്ങൾ ദൈവസഭയിലേക്ക് തള്ളിക്കയറിയതായ ഒരു കാലഘട്ടമാണ്. അങ്ങനെ ദുരുപദേശങ്ങൾ അനവധിയായി സഭയിലേക്ക് പ്രചരിക്കുമ്പോൾ തിമോത്തിയോസിനെ പൗലോസ് എഴുതി അറിയിക്കുന്നത്, അല്ലെങ്കിൽ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ തിമോത്തിയോസ് എന്ത് ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഒരു വേലക്കാരനായിട്ട് നിൽക്കണമെന്ന് തിമോത്തിയോസിനെ പൗലോസ് അവിടെ എഴുതി ഓർപ്പിക്കുകയാണ്. അതും അന്നത്തെ കാലഘട്ടത്തിന് മാത്രമാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ ഒരു പശ്ചാത്തലം നമ്മൾ മറന്നു പോകരുത്. നമുക്കറിയാം, ഓരോ കാലഘട്ടങ്ങളിലും സത്യവചനത്തിനെതിരായി തീരുന്ന അനേക ദുരുപദേശങ്ങളെ കൊണ്ട് നമ്മുടെ ആത്മീയ മണ്ഡലം നിറഞ്ഞിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവവചനം എങ്ങനെയാ പ്രസംഗിക്കേണ്ടത്? യഥാർത്ഥമായി സത്യവചനമായിട്ട് വേണം എന്ത് ചെയ്യുവാൻ? പ്രസംഗിക്കുവാൻ. എന്തിന്? ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഒരു വേലക്കാരനായിട്ട് നിൽക്കുവാൻ. നമുക്കറിയാം, നമ്മൾ പ്രസംഗിക്കുക മാത്രമല്ല, ഈ പ്രസംഗിച്ച് കർത്താവിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ലജ്ജിപ്പാനായിട്ട് ഇടയാകരുത്. അതിനുവേണ്ടിയാണ് പൗലോസ് പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വേണം പ്രസംഗിക്കുവാൻ. ദൈവവചനത്തെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണിക്കാൻ പാടില്ല. അത് സത്യമായിട്ടുള്ളതാണ്, സത്യമായിട്ട് തന്നെയാണ് അത് വിളിച്ചറിയിക്കേണ്ടത്. നമ്മൾ പ്രസംഗിച്ചാലും മറ്റുള്ളവരോട് ദൈവവചനം പറഞ്ഞാലും സുവിശേഷം അറിയിച്ചാലും ആ വചനത്തിൽ ഒരിക്കലും എന്ത് കാണിക്കരുത്? കലർപ്പ് കാണിക്കാൻ പാടില്ല. ഒരു വ്യക്തിയുടെ ഇംഗിതത്തിന് വേണ്ടി വചനത്തെ ഒരിക്കലും കോട്ടിക്കളയാൻ പാടില്ല. ആരെങ്കിലും ചെരുപ്പ് വാങ്ങിക്കുവാനായിട്ട് കടയിൽ ചെന്നാൽ ആ കടയിലെ ചെരുപ്പ് ചെറുതാണ്, നമ്മുടെ കാല് വലുതാണെന്ന് വിചാരിച്ച്
കാലാരെങ്കിലും മുറിച്ചു കളയുമോ? ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചിട്ട് ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വരുമോ? ഇല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിനനുസരിച്ചുള്ള ചെരുപ്പ് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു കടയിൽ പോകുക എന്നുള്ളതല്ലേ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനത്തെ ഒരിക്കലും കോട്ടിക്കളയരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ പൗലോസ് പറയുകയാണ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഒരു വേലക്കാരനായിട്ട് നീ നിൽക്കണം. ഈ തിമോഥെയോസിന്റെ ലേഖനം 2 തിമോഥെയോസിന്റെ ലേഖനം എഴുതി അവസാനിപ്പിക്കാറായപ്പോൾ പൗലോസ് 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ നിര്യാണ കാലം എന്തിരിക്കുക, അടുത്തിരിക്കുക എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്റെ ജീവിത സായാഹ്നത്തിലാണ് ഈ ലേഖനം തിമോഥെയോസിന് എഴുതി അയക്കുവാനായിട്ടും കൊടുക്കുവാനായിട്ടും ഇടയായത്. ഈ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുന്ന ആ അവസരങ്ങളിൽ ഒന്നും തനിക്ക് തിമോഥെയോസിന്റെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു. എന്നാൽ തന്റെ മരണത്തോടടുത്ത കാലത്ത് തിമോഥെയോസിനെ കാണണം എന്നുള്ളതായിരിക്കുന്ന വലിയ താല്പര്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അങ്കുരിപ്പാനായിട്ടിടയാ. തിമോഥെയോസ് എന്നുള്ളതായ ചിന്തയായിരുന്നു തന്റെ ആ ജീവിത സായാഹ്നത്തിൽ തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ലേഖനത്തിൽ താനെ എഴുതി അയച്ചപ്പോൾ എഴുതി, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിന്നെ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള അർത്ഥം അവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ വിട്ടേച്ചു പോന്നതായിരിക്കുന്ന ചർമ്മലിഖിതവും പുതപ്പും എടുത്തുകൊണ്ട് വേണം നീ എൻ്റെ അടുത്തേക്ക് വരാൻ എന്നൊക്കെ തന്നെ അറിയിച്ച് വളരെ നാളുകൾക്ക് ശേഷമാണ് തിമോഥെയോസ് കാരാഗൃഹത്തിൽ എത്തുവാനായിട്ടിടയായത്. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? തിമോഥെയോസ് കാരാഗൃഹത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപ്, ചില ദിവസങ്ങൾ മുൻപ് അതേ പൗലോസ് രക്തസാക്ഷിയായി തീരുവാനായിട്ടിടയായി. തിമോഥെയോസിനെ ഒന്നുകൂടെ അന്ത്യമായിട്ട് കാണുവാൻ തനിക്ക് അവസരം ലഭിച്ചില്ല. എന്നാൽ തിമോഥെയോസ് വന്നപ്പോഴാണ് അറിയുന്നത് പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നതായ തടവുകാരൊക്കെ പറഞ്ഞു, നിന്നെ കാണണമെന്ന് അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ കാണാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ദുഃഖിപ്പാനായിട്ടിടയായി എന്ന് തിമോഥെയോസിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ തിമോഥെയോസിന് എഴുതിയതായിരിക്കുന്ന 1-ാമത്തെ ലേഖനം, 1 തിമോഥെയോസിലെ ലേഖനം ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു ദൈവദാസൻ സഭയെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ യൗവനം ആരും എന്ത് ചെയ്യരുത്, തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. ആര്? തിമോഥെയോസ്. വളരെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തൻ്റെ വചനത്തിലുള്ളതായിരിക്കുന്ന പ്രാപ്തിയും വചനപരിജ്ഞാനവും വചനത്തിലുള്ള വിശ്വാസവും തൻ്റെ തീഷ്ണതയും ഒക്കെ കൊണ്ടാണ് പൗലോസ് അദ്ദേഹത്തെ അത് സഭയുടെ ശുശ്രൂഷകനായിട്ട് നിയമിക്കുവാനായിട്ടിടയായത്. പക്ഷേ താൻ എഴുതി അറിയിക്കുകയാണ്, നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിന്റെ യൗവനം ആരും എന്ത് ചെയ്യരുത്, തുച്ഛീകരിക്കരുത്. എന്ന് പറഞ്ഞാൽ നിയമക്കാരനാണെന്ന് പറഞ്ഞ് നിന്നെ ആരും ശുശ്രൂഷയുടെ മുഖത്ത് കുറയ്ക്കരുത്. എന്താണ് അതിന്റെ അർത്ഥം? ശുശ്രൂഷയിൽ നീ വളരെ ഘനശാലിയായിരിക്കുക. നിന്റെ പ്രായം കുറവാണ്, പക്ഷേ ശുശ്രൂഷ വളരെ ഘനമുള്ളതാണ്, ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ശുശ്രൂഷയുടെ മുഖത്ത് നിന്റെ പ്രായത്തിന്റെ കാര്യം പറഞ്ഞ് നീ ഒരു കൊച്ച്
യൗവനക്കാരനല്ലേ എന്ന് പറഞ്ഞ് ആരും നിന്നെ കുറയ്ക്കാൻ ഇടയാകരുത്. ആ ശുശ്രൂഷയിൽ നീ കനശാലിയായിരിക്കണം എന്നാണ് തിമോത്തിയോസിനെ പൗലോസ് ഓർപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ തിമോത്തിയോസിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തീത്തോസിനെ കുറിച്ച് ചില കാര്യങ്ങളാണ് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഇതുവരെ നാം ചിന്തിച്ചത് തിമോത്തിയോസിനെ സംബന്ധിച്ചുള്ളതായ കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഒരു ജാതീയ പശ്ചാത്തലത്തിൽ തന്നെ പൗലോസിന്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരികയും കർത്തൃവേലയിൽ ആയിത്തീരുകയും ചെയ്തതായ മറ്റൊരു ദൈവദാസനാണ് ആര്? തീത്തോസ്. തീത്തോസും ഒരു യവനനായിരുന്നു, അല്ലെങ്കിൽ ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേമിൽ ഒരു കൗൺസിൽ കൂടിയതായ സമയത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ തീത്തോസുമായിട്ടാണ് അവിടെ ആ കൗൺസിലിൽ പങ്കെടുക്കുവാനായിട്ട് പോയത്. അവിടുത്തെ ഒരു വിഷയം, പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു വ്യക്തി കർത്താവിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, ആ വ്യക്തി യഹൂദനാണെങ്കിൽ അവൻ പരിച്ഛേദന ഏറ്റവനാണ്. പക്ഷേ ജാതീയനായ ഒരു വ്യക്തി അങ്ങനെ വരുമ്പോൾ അവനും പരിച്ഛേദന ഏൽക്കണം, അല്ലെങ്കിൽ ഏൽക്കണമോ എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുവാനായിട്ടിടയായി. എന്നാൽ തീത്തോസുമായിട്ട് പൗലോസ് ആ കൗൺസിലിൽ എത്തിച്ചേരുവാനുള്ള കാരണം തീത്തോസിന്റെ ജീവിതത്തിലുള്ളതായ ചില മാതൃകാപരമായ കാര്യങ്ങൾ അവനെ നിർത്തിക്കൊണ്ട് തന്നെ ആ കൗൺസിലിൽ പ്രസ്താവിപ്പാനാണ് തീത്തോസുമായിട്ട് പൗലോസ് അവിടെ എത്തിച്ചേരുവാനായിട്ട് ഇടയായി. കാരണം അത്രമാത്രം ദൈവത്തിൽ വിശ്വാസമുള്ളവനും തീഷ്ണതയും ഉള്ള ഒരു ശിഷ്യനായിരുന്നു ആര്? തീത്തോസ്. അതുകൊണ്ടാണ് തീത്തോസുമായിട്ട് പൗലോസ് ആ കൗൺസിലിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായത്. ഇനി തീത്തോസിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു കാര്യം കൂടെ നാം ഓർത്തിരിക്കേണ്ട കാര്യം, മെഡിറ്ററേനിയൻ കടലിലുള്ളതായിരിക്കുന്ന ക്രേത്ത എന്ന് പറയുന്ന ദ്വീപിൽ പൗലോസ് മുഖാന്തരം അവിടെ ദൈവസഭ ഉണ്ടായത് കാരണം ആ ക്രേത്തയിലുള്ളതായ സഭകളുടെ നേതൃത്വം വഹിക്കുവാനായിട്ട് പൗലോസ് അവിടേക്ക് പറഞ്ഞു വിട്ടത് ആരെയാണെന്നറിയാമോ? തീത്തോസിനെ. ഞാൻ മുമ്പേ തീമോത്തിയോസിന്റെ കാര്യം ഓർപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് എങ്ങോട്ടാണ്? എഫേസോ സഭയിലേക്ക്, എഫേസ്യ സഭയിലേക്ക്. എന്നാൽ അടുത്ത തീത്തോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവദാസനെ, ആ യൗവനക്കാരനായിരിക്കുന്ന കർത്തൃദാസനെ പൗലോസ് ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചത് എവിടേക്കാണ്? ക്രേത്ത എന്ന് പറയുന്ന ആ ദ്വീപിലുള്ള അവിടുത്തെ പ്രവർത്തനത്തിനാണ്, സഭകളിലേക്കാണ് തീത്തോസിനെ അവിടേക്ക് അയച്ചത്. ആ ക്രേത്തയിലുള്ളതായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് തീത്തോസിന്റെ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് മുൻപോട്ട് പോകാം. വായിച്ച് തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ക്രേത്തർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ എന്ന് അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സാക്ഷ്യം നേർ തന്നെ. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും
യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കാം. മതി, താങ്ക് യു. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ക്രേത്തയിലുള്ളവരെ സംബന്ധിച്ച് അവരുടെ ഇടയിലുള്ളതായിരിക്കുന്ന ഒരു കവി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പൗലോസ് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. ക്രേത്ത വിശ്വാസികളുടെ ഇടയിലും അല്ലെങ്കിൽ ക്രേത്തയിലുള്ളതായിരിക്കുന്ന ആൾക്കാരെങ്ങനെയുള്ളവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവര് അസത്യവാദികളും ദുഷ്ടജന്തുക്കളും പിന്നെ പെരുവയറന്മാരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ശാപ്പാട്ട് രാമന്മാർ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന സ്വഭാവക്കാരാണ് ആര്? ക്രേത്തക്കാർ, ക്രേത്തയിലുള്ളവർ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വന്നിട്ടും യാതൊരു ക്രമവും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു എവിടെ ഉണ്ടായിരുന്നവര്? ക്രേത്തയിലുള്ള സഭയിൽ ഉണ്ടായിരുന്നവർ. അതുകൊണ്ട് തനിക്ക് താൻ ലേഖനം എഴുതുമ്പോൾ, പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, അവരുടെ ഇടയിൽ നീ ചെന്ന് ശുശ്രൂഷിച്ച് അവരുടെ ഇടയിൽ നീ എന്ത് ചെയ്യണം? ഒരു ക്രമം ഉണ്ടാക്കണം. അവര് ക്രമം കെട്ടവരാണ്, ദുഷ്ടജന്തുക്കളാണ്, അസത്യവാദികളാണ്, ഭക്ഷണത്തിന് അവര് മുൻതൂക്കം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ഇടയിൽ നീ ചെന്ന് ദൈവവചനം പറഞ്ഞ് അവരുടെ ജീവിതത്തെ ഒന്ന് ഓർഡറിൽ കൊണ്ടുവരണം, ക്രമമായിട്ടുള്ളവരായി തീരണം. അപ്പൊ അതൊക്കെ ഏൽപ്പിച്ചാണ് തീത്തോസിന് ലേഖനം എഴുതി തീത്തോസിനെ എവിടേക്ക് പൗലോസ് നിയോഗിച്ചത്? ക്രേത്ത ദ്വീപിലേക്ക് നിയമിക്കുവാനായിട്ട് ഇടയായത്. അത് മാത്രമല്ല, അവിടെയുള്ളതായിരിക്കുന്ന സഭകളിൽ അവിടുത്തെ സഭയ്ക്ക് അനുയോജ്യമായ വചനപരിജ്ഞാനമുള്ള ശുശ്രൂഷകന്മാരെ നീ അവിടെ നിയമിക്കണം. ഇത് താൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് തീത്തോസിന് എഴുതി അയച്ചതായ ലേഖനത്തിലെ വിഷയങ്ങളാണ് എന്ന് നാം ഓർത്തിരിക്കണം. എന്നാൽ ഈ ലേഖനങ്ങളെ സംബന്ധിച്ച് വീണ്ടും നമുക്ക് അനവധി കാര്യങ്ങൾ പഠിക്കുവാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം അധികം വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവരെ കുറിച്ചുള്ളതായിരിക്കുന്ന ചില അറിവുകൾ മാത്രം അറിയേണ്ടതിന് വേണ്ടി ഞാനിത് പ്രസ്താവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവരോടുള്ള ബന്ധത്തിൽ തന്നെ ഒരാളെ കൂടെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാനുണ്ട്. അതാരാണ്? ഫിലോമോൻ. ഫിലോമോൻ എന്ന് പറയുന്നതായിരിക്കുന്ന ആ വ്യക്തിയെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഇത് വാസ്തവത്തിൽ ഇടയലേഖനത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചിലരെ കുറിച്ച് ഞാൻ ഓർപ്പിപ്പാനിടയാണ്. ഇത് വ്യക്തിപരമായ ഒരു ലേഖനമാണ്. മാത്രമല്ല, സാർവത്രിക സഭ മനസ്സിലാക്കേണ്ട അനേക കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അതോട് ഉൾപ്പെടുത്തിയാണ് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഈ ഫിലോമോനെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നമുക്കുണ്ടായിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ആ ഫിലോമോനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടന്നു വരാം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫേസോസിൽ ആയിരുന്ന കാലഘട്ടത്തിൽ, അതായത് നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. എഫേസോസിൽ ആദ്യം ഉണ്ടായിരുന്നത് അപ്പല്ലോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹം യോഹന്നാൻ സ്നാപകന്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കുകയും യോഹന്നാൻ സ്നാപകന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമൊക്കെ അറിവുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിലും വചനത്തെക്കുറിച്ച്
നന്നായി അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു സുവിശേഷകനായിരുന്നു. അങ്ങനെ അപ്പൊല്ലോസിന്റെ പ്രവർത്തന മുഖാന്തരമായിട്ട് കുറച്ച് വിശ്വാസികൾ എഫെസോസിൽ രൂപം കൊള്ളുവാനായിട്ടിടയായി. എന്നാൽ ആ സ്ഥലത്തേക്കാണ് പിന്നീട് പൗലോസിന്റെ മിഷനറി യാത്രയുള്ള ബന്ധത്തിൽ താന് എഫെസോസിൽ കടന്നു വരുവാനിടയായി. അങ്ങനെ കടന്നു വന്ന സമയത്ത് അവിടെ ഏകദേശം 12 പുരുഷന്മാരെ അദ്ദേഹം കണ്ടു. അവര് വിശ്വാസികളാണെന്ന് മനസ്സിലായി. അവരോട് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങള് കേട്ടിട്ടില്ല. അപ്പൊ ഉടനെ പൗലോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുവാ ചോദിച്ചേ? നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അപ്പോ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരമുള്ള സ്നാനമായിരുന്നു എങ്കിൽ ആ സ്നാന സമയത്ത് നിങ്ങൾ എന്ത് കേട്ടേനും? പരിശുദ്ധാത്മാവ് എന്നൊരു വാക്ക് കേട്ടേനും. എന്താ കാരണം? കർത്താവ് പറഞ്ഞത് എങ്ങനെ സ്നാനപ്പെടുത്താനാ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താനാ കർത്താവ് പറഞ്ഞത്. അപ്പൊ പൗലോസ് ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അപ്പോൾ അവര് പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. യോഹന്നാൻ സ്നാനപ്പെടുത്തി ഒരു നാമത്തിലും അല്ല, പാപങ്ങൾ ഏറ്റു പറഞ്ഞു വരുന്നവരെ യോർദാനിൽ സ്നാനപ്പെടുത്തുകയായിരുന്നു, ഒരു നാമവും പറഞ്ഞല്ല. എന്നാൽ കർത്താവ് സ്ഥാപിച്ച സ്നാനത്തിന്റെ നാമമാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. അങ്ങനെ അവരെ വീണ്ടും സ്നാനപ്പെടുത്തി അവരുടെ മേൽ കരം നീട്ടിയപ്പോൾ, കൈവച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ടിടയായി എന്ന് നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. അവിടെ താന് ശുശ്രൂഷിച്ചിരുന്ന കാലഘട്ടത്തിൽ പൗലോസ് അതിനടുത്തുള്ളതായിരിക്കുന്ന തുറന്നോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പാഠശാലയിൽ പൗലോസ് എന്ത് ചെയ്തു? ബൈബിൾ ക്ലാസ് എടുക്കുവാനിടയായി, ബൈബിൾ പഠിപ്പിക്കാനിടയായി. അപ്പൊ ഇന്ന് ആരംഭിച്ചതല്ല ഈ ബൈബിൾ പഠനം കേട്ടോ, അത് പൗലോസിന്റെ കാലഘട്ടത്തിലേ ഉള്ളതാണ്. അപ്പൊ വചനത്തിന് വളരെ പ്രാധാന്യം ഉണ്ടെന്നാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. വചനം വിട്ട് നമുക്ക് മറ്റൊന്നും വേണ്ട. ദൈവവചനമാണ് നമ്മൾ അറിയേണ്ടത്, ദൈവവചനമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അങ്ങനെ തുറന്നോസിന്റെ പാഠശാലയിൽ താന് പൗലോസ് അപ്പോസ്തലൻ ദൈവവചനം പഠിപ്പിച്ച കാലഘട്ടത്തിൽ അനേക ഇടങ്ങളിൽ നിന്ന് അനേകർ കടന്നു വന്ന് എന്ത് ചെയ്തെന്നറിയാമോ? ദൈവവചനം പഠിക്കുവാനായിട്ടിടയായി. അങ്ങനെ വചനം പഠിക്കാനായിട്ട് കടന്നു വന്നവരുടെ കൂട്ടത്തിൽ പ്രത്യേകമായിട്ട് 2 പേരെ നമുക്ക് ഇവിടെ മനസ്സിലാക്കണം. ഒന്ന് ഫിലോമോൻ. അദ്ദേഹം കൊലോസിയ പട്ടണത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഫിലോമോൻ. അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാണ് എപ്പഫ്രാസ്. അത് കൊലോസ് ലേഖനത്തിലാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പേര് കാണാൻ കഴിയുന്നത്. അപ്പം കൊലോസിയ പട്ടണത്തിൽ നിന്ന് ഒന്നുകിൽ ബിസിനസിനോ മറ്റെന്തോ ആവശ്യത്തിനോ എഫെസോസ് പട്ടണത്തിൽ അവർ വന്ന സമയത്താണ് ഇങ്ങനെ പൗലോസ് അവിടെ ദൈവവചനം പഠിപ്പിക്കുന്നുവെന്ന് അവർക്ക് അറിയുവാനിടയായത്. അങ്ങനെ ദൈവവചനം പഠിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ ജലത്തിൽ സ്നാനമേറ്റ് ദൈവവചനം പഠിച്ച് ആ കാലം കഴിഞ്ഞപ്പോൾ അവർ 2 പേരും എന്ത് ചെയ്തു? മടങ്ങി കൊലോസിയ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകാനിടയായി. അങ്ങനെ മടങ്ങിച്ചെന്ന ശേഷം ആ ഏരിയയിലുള്ളതായിരിക്കുന്ന അനേക സ്ഥലങ്ങളിൽ
ഇവര് കർത്താവിന് വേണ്ടി വളരെ പ്രവർത്തിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഫിലോമോന്റെ വീട്ടിൽ ഒരു സഭ ആരംഭിച്ചു. ഫിലോമോന്റെ വീട്ടിലാണ് ഒരു സഭ ആരംഭിച്ചത്. ഫിലോമോൻ എന്ന് പറഞ്ഞാൽ വളരെ ധനികനായിരുന്നു എന്നാണ് പറയുന്നത്. തനിക്ക് അനേകം അടിമകൾ ഉണ്ടായിരുന്നു ആ കാലത്ത് തന്റെ കീഴിൽ. അത്ര ധനികനും സമ്പന്നനുമായ ഒരു വ്യക്തിയായിരുന്നു ആര്? ഫിലോമോൻ. അപ്പോ ഫിലോമോന്റെ വീട്ടിൽ ഒരു സഭ തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും, അതിനുള്ളതായിരിക്കുന്ന സൗകര്യങ്ങളും, അതിനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആരുടെ വീട്ടിൽ? ഫിലോമോന്റെ വീട്ടിൽ. അങ്ങനെ അവിടെ സഭ ആരംഭിച്ചത് ഫിലോമോനാണെങ്കിലും അവിടുത്തെ പാസ്റ്ററായിട്ടിരുന്ന ആരാന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞു, എപ്പഫ്രാസ്. കാരണം ഇവർ രണ്ടുപേരുമാണല്ലോ ബൈബിൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചത്, അല്ലേ? അപ്പം ഫിലോമോന്റെ വീട്ടിൽ സഭ ആരംഭിച്ചു. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഫിലോമോൻ ഒരുക്കി കൊടുത്തു. പക്ഷേ കൊലോസ്യ സഭയിലെ ശുശ്രൂഷകനായിട്ട് ആയിരുന്നത് ആരാണ്? എപ്പഫ്രാസ്. അങ്ങനെ സഭ അനുഗ്രഹമായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോകാനിടയാണ്. അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിലാണ് ഈ ഫിലോമോന്റെ അടിമകളിൽ ഒരാളായ ഒനേസിമോസ് എന്ന് പറയുന്ന, ഫിലോമോന്റെ ലേഖനത്തിലുള്ള പേരുകളാണ് ഞാനീ പറയുന്നത്. ഫിലോമോന്റെ അടിമകളിൽ ഒരാളായിരുന്ന ഒനേസിമോസ് അവിടെ എന്തോ മോഷണം നടത്തിയെന്നോ അല്ലെങ്കിൽ എന്തോ കുറ്റം ചെയ്തതോ മുഖാന്തരം ഫിലോമോന്റെ വീട്ടിൽ നിന്ന് അവന് ഓടിപ്പോകാനിടയാണ്. അങ്ങനെ അവന് ഓടിപ്പോയിട്ട് എവിടെത്തി? റോമൻ പട്ടണത്തിൽ എത്തുവാനിടയായി. റോമാപുരിയിൽ എത്തിച്ചേരുവാനിടയായി. ആര്? ഒനേസിമോസ്. അങ്ങനെ റോമാപുരിയിൽ എത്തിയതായിരിക്കുന്ന ഒനേസിമോസ് ഏതോ കാരണം നമുക്കറിയത്തില്ല, റോമൻ കാരാഗ്രഹത്തിലായിരുന്ന പൗലോസുമായിട്ട് അങ്ങനെ അടുപ്പമുണ്ടായി. അങ്ങനെ റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസാണ് ഈ മോഷണം നടത്തി അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് ഫിലോമോന്റെ വീട്ടിൽ നിന്ന് ഓടി വന്നതായ ഇവനെ സുവിശേഷം പറഞ്ഞ് അവനെ ഒരു ദൈവപൈതലാക്കി മാറ്റിയത്. അങ്ങനെയാണ് ഒനേസിമോസ് മാനസാന്തരപ്പെട്ടത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു വന്നപ്പോൾ പൗലോസിന് മനസ്സിലായി, തുറന്നോസിന്റെ പാഠശാലയിൽ ഇവന്റെ യജമാനനായിരിക്കുന്ന ഫിലോമോൻ എന്ത് ചെയ്തവനാണ്? ദൈവവചനം പഠിച്ചു വെക്കുകയാണ്. അപ്പോ പൗലോസുമായിട്ട് ഫിലോമോന് വളരെ അടുപ്പമുണ്ട്. ആ ഫിലോമോന്റെ അടിമയാണല്ലോ ഈ ഒനേസിമോസ് എന്ന് തനിക്ക് മനസ്സിലായി ശേഷം താന് ഒനേസിമോസിനെ മടക്കി ഫിലോമോന്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ ഫിലോമോന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി എഴുതി കൊടുത്ത കത്താണ് നമുക്ക് പഠിക്കാനുള്ളതായ ഫിലോമോന്റെ ലേഖനമായി തീരുവാനിടയായ. ഈ ഫിലോമോന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കത്ത് എഴുതുന്നതിന്റെ ഒരു നല്ല മാതൃക ഈ ഫിലോമോന്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ നോക്കണേ, ദൈവം ഓരോ മുഖാന്തരങ്ങളും വഴികളും ഒരുക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലല്ല. ഫിലോമോന് വീണ്ടും ഒരു കത്ത് എഴുതുവാനായിട്ടൊക്കെ ദൈവം വഴി ഒരുക്കിയത് എന്തുകൊണ്ടാണ്? ഈ ഒനേസിമോസ് ഫിലോമോന്റെ വീട്ടിൽ നിന്ന് ഓടി ഈ റോമാൻ പട്ടണത്തിൽ എത്തിച്ചേർന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് വീണ്ടും ഈ ഫിലോമോനുമായിട്ട്
ഒരു ബന്ധം സ്ഥാപിപ്പാനായിട്ട് പൗലോസിന് ഇടയായത്. അതുകൊണ്ട് ഫിലോമോൻ ഒനേസിമോസിനോട് വീണ്ടും ക്രൂരമായിട്ട് ഇടപെടുകയൊന്നും ചെയ്യരുത്, അവൻ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ഞാനാണ് അവനെ അയക്കുന്നത്, ഒരു സഹോദരനെ പോലെ അവനെ നീ എന്ത് ചെയ്യണം, കൈക്കൊള്ളണം. വാസ്തവത്തിൽ ഫിലോമോൻ പൗലോസിന് കടംപെട്ടവനാണ്. എന്നാൽ ആ കടപ്പാടുകളുടെ ആ ബന്ധത്തിൽ നീ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിന് പകരം ഈ ഒനേസിമോസ് എനിക്ക് അതൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാനിപ്പോൾ കാരാഗ്രഹത്തിലാണ്, അതുകൊണ്ട് നീ അവനെ ഒരു സഹോദരനെ പോലെ കൈക്കൊള്ളണം എന്ന് പറഞ്ഞ് ആ മനസ്സ് തണുപ്പിച്ച് എഴുതി കൊടുത്തു വിട്ട ഒരു ലേഖനമാണ്, ഒരു കത്താണ് ഫിലോമോന്റെ ലേഖനം. ഗലാത്യ ലേഖനം പൗലോസ് എഴുതുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദാസനും സ്വതന്ത്രനും എന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ എന്ന് പറഞ്ഞ് താന് എഴുതിയതിന്റെ ഒരു അക്ഷരിക നിവൃത്തിയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു യജമാനനായാലും ആ യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്നവനായാലും അഥവാ ആ വേലക്കാരനായാലും ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം അവരെ വ്യത്യസ്തരായിട്ടല്ല കാണുന്നത്, പ്രത്യുത അവരെ ഒന്നായിട്ടാണ് കർത്താവ് കാണുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്തത്, ഈ ലേഖനം എഴുതി കൊടുത്തുവിടുവാനായിട്ട് ഇടയായത്. ഇങ്ങനെയാണ് നമുക്ക് ഈ 3 വ്യക്തികളെ സംബന്ധിച്ച് അല്പമായിട്ട് പഠിക്കുവാനായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഇനി നമുക്ക് ലേഖനത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളാണ് അടുത്തതായിട്ട് ചിന്തിപ്പാനായിട്ടുള്ളത്. ഇടയ ലേഖനത്തെ സംബന്ധിച്ചുള്ളതായ ഉദ്ദേശം എന്താണ്, ഇടയ ലേഖനങ്ങളെ സംബന്ധിക്കുന്ന ഉദ്ദേശം എന്താണ്? ഇന്ന് ഇടയലേഖനത്തിന്റെ ഒരു ആമുഖമായിട്ടാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിനുള്ളിലേക്ക് കടന്ന് നമുക്ക് അനേക കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഇടയലേഖനത്തിന്റെ പൊതു ഉദ്ദേശം മുമ്പേ വായിച്ച വാക്യമാണെങ്കിൽ ഒന്നുകൂടെ വായിച്ചാട്ടെ. 1 തിമോഥെയോസ് 3:15 1 തിമോഥെയോസ് 3:15 ആ വാക്യം ഒന്ന് വായിച്ചു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. മതി. അപ്പോൾ ഇടയ ലേഖനങ്ങളുടെ എല്ലാം ഒരു പൊതു ഉദ്ദേശമാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സഭ എന്താണ്? ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനമായിട്ടാണ് ദൈവം ഏതിനെ കണ്ടിരിക്കുന്നത്? ദൈവസഭയെ കണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സഭയാകുന്ന ഭവനത്തിൽ എങ്ങനെ നടക്കണം, അതാണ് ഇടയലേഖനത്തിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം. മാത്രമല്ല, തന്റെ ദാസന്മാരെ ഏൽപ്പിക്കുന്ന ആ സഭയോടുള്ള ബന്ധത്തിൽ ഇടയന്മാർക്കുള്ളതായിരിക്കുന്ന നടപടിക്രമം മനസ്സിലാക്കാനാണ് ഇടയലേഖനം നമ്മെ സഹായിക്കുന്നത്. കർത്താവിന്റെ രക്തത്താൽ സമ്പാദിച്ചതായിരിക്കുന്ന കൂട്ടമാണ് ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ളൊരു കാര്യമല്ല.
പിതാവായിരിക്കുന്ന അനാദ്യനായിരിക്കുന്ന ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞിരുന്നതായ ഒരു മർമ്മമാണ് എന്ത്? ദൈവസഭ. ആ ദൈവത്തിന്റെ സഭ സ്ഥാപിതമായപ്പോൾ ആ സഭയിൽ ആക്കി വെക്കുന്നതായിരിക്കുന്ന ശുശ്രൂഷകന്മാർ അവരെങ്ങനെയുള്ള ഇടയന്മാരായിരിക്കണമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതായ ഭാഗങ്ങളാണ് ഇടയലേഖനത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഇടയന്മാർക്കുള്ള ചുമതല എന്താണെന്ന് ഇടയലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെല്ലാം തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായി പഠിക്കുവാനായിട്ടുണ്ട്. ഫിലോമോന്റെ ലേഖനം ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ. പൗലോസ് വ്യക്തിപരമായി എഴുതിയതായ ഒരു ലേഖനമാണെങ്കിലും ലോക സാർവത്രികമായിട്ട് ലോകത്തിലുള്ള എല്ലാ സഭകളും പഠിക്കുവാനുള്ള അനേക വിഷയങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിനുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇടയലേഖനം പഠിക്കണം? എന്തുകൊണ്ട് നാം ഇടയലേഖനം പഠിക്കണം? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് നാം പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇടയലേഖനങ്ങൾ നമ്മൾ പഠിക്കണം? ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. വേറെ വിഷയങ്ങളൊന്നും പഠിപ്പിക്കാനില്ല, എന്നാൽ ഇതങ്ങ് പഠിച്ചു കളയാം. അങ്ങനല്ല. വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട അനേക കാര്യങ്ങൾ ഇടയലേഖനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ഒന്ന്, സഭാഭരണം നടത്തുന്ന ഒരു ദൈവദാസന് ആവശ്യമായ വെളിച്ചം നൽകുന്ന പഠനമാണ് ഇടയലേഖന പഠനം. സഭാഭരണം നടത്തുന്ന ഒരു ദൈവദാസന് ആവശ്യമായ വെളിച്ചം നൽകുന്ന ഒരു ഭാഗമാണ് ഇടയലേഖനം. അതിനകത്ത് ചില കാര്യങ്ങളുടെ ഓർപ്പിക്കാനുണ്ട്. ഒരു നല്ല ഇടയനാണ് ആകണമെങ്കിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോ ഒരു സഭയെ നയിക്കുന്ന ഇടയന് നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അത് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ സഭാ ശുശ്രൂഷകളിൽ, സഭയിൽ ഒരുപാട് ശുശ്രൂഷയുണ്ടല്ലോ, സ്ത്രീകൾക്ക് എത്രമാത്രം പങ്കുണ്ട് അതിനകത്ത് എന്ന് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഈ ഒന്നാമത്തെ പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചിന്തിക്കുന്നത് കേട്ടോ. സഭാ ശുശ്രൂഷകളിൽ സ്ത്രീകൾക്ക് എത്രമാത്രം പങ്കുണ്ട്. അതുപോലെ ഒരു ശുശ്രൂഷകൻ വൃദ്ധന്മാരോടും വൃദ്ധമതികളോടും യുവാക്കളോടും യുവതികളോടും അവരോടുള്ള ശുശ്രൂഷയിൽ എങ്ങനെ ഇടപെടണം ഉണ്ടോ?
ദൈവസഭയിലുള്ളതായിരിക്കുന്ന വൃദ്ധന്മാര്, വൃദ്ധമതികൾ, യുവാക്കൾ, യുവതികൾ, ഇവരോടൊക്കെ അവരോടുള്ള ശുശ്രൂഷയിൽ എങ്ങനെ ഇടപെടണം എന്ന് നാം മനസ്സിലാക്കേണ്ടതായ ഭാഗമാണ് ഇടയലേഖനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. കാരണം ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരരുത്, അത് ദൈവനാമത്തിന് അപമാനമാണ്. അതുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ലേഖനങ്ങളിൽ ഭക്തിയോപദേശത്തെ കുറിച്ച് ഉറപ്പു പറയുന്ന ഭാഗങ്ങളുണ്ട്. ഈ ലേഖനങ്ങളിൽ ഭക്തി ഉപദേശത്തെ കുറിച്ച് ഉറപ്പിച്ചു പറയുന്നു. അപ്പൊ നമ്മുടെ ഉപദേശം എങ്ങനെയുള്ളതാണ്? പഥ്യ ഉപദേശമാണ്. പഥ്യ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദപുസ്തകം ദൈവവചനമാണോ? അങ്ങനെയാണെങ്കിൽ, സത്യമാണെങ്കിൽ, അത് ദൈവവചനമാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ത്? ഇതെല്ലാം ഇതിൽ നിന്നാണ് പഠിക്കാനുള്ളത്. അതോടുള്ള ബന്ധത്തിൽ തന്നെ അന്യ ഉപദേശങ്ങളോട് എങ്ങനെ സമീപിക്കണം, അത് ശരിയാണ്, ഇത് ശരിയാണെന്ന് പറയരുത്. അന്യ ഉപദേശമാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ സ്ഥാപിക്കണം. സത്യവചനം എന്താണെന്ന് സ്ഥാപിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സഭയെ പരിപാലിക്കുന്ന ഒരു ദൈവദാസൻ തെറ്റ് കണ്ടാൽ കണ്ണടച്ചു കളയാൻ പാടില്ല. ദൈവവചനത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് ആ പഥ്യവചനം ഉപദേശിക്കുന്നതിൽ ദൈവദാസൻ സമർത്ഥനായിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. 3, ഒരു ദൈവദാസൻ സമർപ്പണ ജീവിതമുള്ളവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ സമർപ്പണമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസഭയെ പരിപാലിക്കാനുള്ള അവകാശമുള്ളൂ. ആ വ്യക്തി ആരായിരിക്കണം? ഉപദേശ സംബന്ധമായി ആരോഗ്യമുള്ളവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഉപദേശ സംബന്ധമായി ഉപദേശിപ്പാൻ ആ വ്യക്തി സമർത്ഥനായിരിക്കണം. മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിൽ അനേക ഗുണവിശേഷതകളുള്ളവനായിരിക്കണം. പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രസംഗിക്കുന്നതായിരിക്കുന്ന വചനം തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിക്കണം. അതെല്ലാം വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ്, വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നാം പഠിക്കുന്നതായിരിക്കുന്ന വചനം അറിവിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ദിനം തോറുമുള്ളതായിരിക്കുന്ന പ്രായോഗിക ജീവിതത്തിൽ നമ്മളത് അനുവർത്തിക്കുന്നവരായിരിക്കണം. ജീവിതമുണ്ടായിരിക്കണം. ഉപദേശം മാത്രം പോരാ,
ജീവിതം കൂടെ ആവശ്യമാണ് എന്ന് ഈ പുസ്തകം ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. 4, വിശ്വാസ പ്രമാണത്തിന് വിലയുണ്ടോ എന്ന ചോദ്യത്തിന് ഈ ഭാഗം മറുപടി തരുന്നു. വിശ്വാസ പ്രമാണത്തിന് വിലയുണ്ടോ എന്ന ചോദ്യത്തിന് ഇടയലേഖനം മറുപടി തരുന്നു. അടുത്തത് 5-ാമത്തെ കാര്യം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിത സായാഹ്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, എങ്ങനെയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. സാറേ, 5-ാമത്തെ പോയിന്റ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിത അവസാനത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് ഈ ലേഖനങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഒന്നുകൂടുണ്ട്, അവസാനത്തത്. ഈ ലേഖനത്തിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഈ ലേഖനങ്ങളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഇനി അടുത്ത ഹെഡിങ്, ഇടയലേഖനങ്ങളുടെ പ്രത്യേകത. ഒന്നാമത്തെ പോയിന്റ്, വിശ്വാസം എന്ന പദത്തിനുള്ള സവിശേഷതകൾ. വിശ്വാസം എന്ന പദത്തിനുള്ള സവിശേഷതകൾ. ആ കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചതാണ് ഈ വിശുദ്ധ വിശ്വാസം. ആ വിശ്വാസത്തോട് ആളുകൾ പുലർത്തിയ മനോഭാവത്തോടുള്ള ബന്ധത്തിലാണ് നാം ഈ വാക്ക് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? വിശുദ്ധന്മാർക്ക് ദൈവം ഒരിക്കലായി ഫലമേൽപ്പിച്ചതാണ് ഈ വിശുദ്ധ വിശ്വാസം. എന്നാൽ ആ വിശ്വാസത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ആ വിശ്വാസത്തോട് വിശ്വാസികളായിരുന്നവർ പുലർത്തിയ മനോഭാവം, ആ അർത്ഥത്തിലാണ് ഈ വാക്കിനെ കുറിച്ച് നമ്മൾ ഈ ലേഖനത്തിൽ
ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. 1-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1 തിമോഥെയോസ് 1:19. ചിലർ നല്ല മനസാക്ഷിയെ തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. മതി. അപ്പൊ നല്ല മനസാക്ഷി ചിലർ തള്ളിക്കളഞ്ഞിട്ട് എന്താ സംഭവിച്ചേ? വിശ്വാസക്കപ്പൽ എന്ത് ചെയ്തു? തകർന്നുപോയി. അങ്ങനെ ഒരു കപ്പലുണ്ടോ? അവിടെ ഒരു ഉപമാനമായിട്ട് പൗലോസ് പറയുക. അപ്പൊ ചിലര് നല്ല മനസാക്ഷിയോടുകൂടി വേണം ക്രിസ്തീയ ജീവിതം ചെയ്യാൻ. അപ്പൊ നല്ല മനസാക്ഷി തള്ളിക്കളയുമ്പോൾ എന്ത് സംഭവിക്കും? വിശ്വാസ കപ്പൽ തകരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോകമാകുന്ന സമുദ്രത്തിലൂടെ വിശ്വാസം എന്ന കപ്പലിൽ അങ്ങേ കരയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നവരാണ്? യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ ലക്ഷ്യം നിത്യ തുറമുഖത്ത് എത്തുക എന്നുള്ളതാ. പക്ഷേ ഈ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മനസാക്ഷിയോടെ വേണം യാത്ര ചെയ്യുവാൻ. ആ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് അക്കരെ തുറമുഖത്ത് എത്തിച്ചേരുവാൻ കഴിയത്തില്ല. പിന്നെന്തു സംഭവിക്കും? വിശ്വാസ കപ്പൽ തകർന്നു പോകും. വിശ്വാസ കപ്പൽ തകർന്നു പോയാൽ നമ്മൾ സമുദ്രത്തിൽ താണുപോകും. അക്കരെ എത്തുവാൻ കഴിയത്തില്ല. പൗലോസിന്റെ കാലത്ത് അങ്ങനെ ചിലരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ എഴുതി വെച്ചത്. പൗലോസിനെ നന്നായി അറിയാവുന്ന അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് എഴുതി വെച്ചതെങ്കിൽ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കതൊരു ബുദ്ധിയുപദേശമാണെന്ന് കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നല്ല മനസാക്ഷി നമ്മൾ എന്ത് ചെയ്യണം? കാക്കണം. അത് തള്ളിക്കളയരുത്. തള്ളിക്കളഞ്ഞാൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടും. നമ്മൾ അക്കരെ നാട്ടിലെത്തുകയില്ല. അതുകൊണ്ട് ആ പാട്ടുകാരൻ ആ പാട്ട് എഴുതി വെച്ചത്, വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെ? ആ പാട്ട് അതിനെ അടിസ്ഥാനമാക്കി എഴുതിയത്. നമുക്ക് മുൻപേ, നമ്മുടെ കൂടെ, നമുക്ക് ശേഷം ഇറങ്ങി എത്രയോ യാത്രക്കാര് നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞത് മുഖാന്തരം എന്ത് ചെയ്തു? അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. നമുക്കിന്നും ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് കൃപ ചെയ്തതാകട്ടോ. നമുക്ക് പ്രശംസിപ്പാനും പുകഴുവാനും ഒന്നുമില്ല. ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം, ദൈവസന്നിധിയിൽ താഴാം. അടുത്തത് 2, വിശ്വാസം ത്യജിച്ചു കളയും. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി, സമയം മുമ്പോട്ട് പോകുന്നല്ലോ. 1 തിമോഥെയോസ് 4:1 വിശ്വാസം ത്യജിച്ചു കളയും. മൂന്ന്, വിശ്വാസം തള്ളിക്കളയും. 1 തിമോഥെയോസ് 5:8 അടുത്തത് ആദ്യ വിശ്വാസം തള്ളിക്കളയും, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതാ പൗലോസ് അങ്ങനെ എഴുതിയത്. ആദ്യ വിശ്വാസം അന്ത്യത്തോളം സൂക്ഷിക്കേണ്ടതാണ്. അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാം വിശ്വാസത്താൽ യാത്ര പുറപ്പെട്ടു. തന്റെ യാത്രയിൽ ഉടനീളം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അവസാനം വിശ്വാസത്തിൽ മരിച്ചു. അങ്ങനെ അബ്രഹാമിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ആദ്യകാല വിശ്വാസം തള്ളിക്കളയാതെ അന്ത്യത്തോളം വിശ്വാസം സൂക്ഷിച്ച് ആ വിശ്വാസത്തിൽ മരിക്കണം. പൗലോസ് അതാ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അല്ലേ?
അടുത്തത് വിശ്വാസം വിട്ട് ഉഴന്നു പോകും. 6:10. ഒന്നുകൂടെ, വിശ്വാസം വിട്ട് തെറ്റിപ്പോകും. 6:21. ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചിന്തിച്ചത്, വിശ്വാസം എന്നുള്ള പദത്തിന്റെ സവിശേഷതയുള്ള ബന്ധത്തിൽ. അടുത്ത പ്രയോഗം പഥ്യോപദേശം, രണ്ടാമത്തെ പ്രയോഗം. ഈ ലേഖനത്തിന്റെ ഇടയലേഖനങ്ങളുടെ പ്രത്യേകതയാണ് രണ്ടാമത്തെ കാര്യം, പഥ്യോപദേശം. ഇവിടെ പഥ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യദായകം എന്നുള്ളൊരർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരോഗ്യദായകം, പഥ്യം എന്നുള്ളതായ പദത്തിന് എന്ന് പറഞ്ഞാൽ ആത്മീയ ആരോഗ്യം എന്ന ആശയമാണ് അവിടെ വരുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ എഴുതിക്കൊള്ളണം. പഥ്യോപദേശം, പഥ്യവചനം, പഥ്യഭാഷണം. പഥ്യോപദേശം, പഥ്യവചനം, പഥ്യഭാഷണം, അല്ലെങ്കിൽ പറയേണ്ട വാക്കുകൾ. 1 തിമോഥെയോസ് 1:10, 1 തിമോഥെയോസ് 6:3, തീത്തോസ് 2:8. ഈ വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ഇനി അടുത്ത മറ്റൊരു പ്രയോഗം മനസ്സാക്ഷി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതായിരിക്കുന്ന വാക്കുകളാണിവ. വിശ്വാസം, പഥ്യോപദേശം, അടുത്തത് മനസ്സാക്ഷി. വാക്യങ്ങൾ എഴുതിക്കൊള്ളണേ. 1 തിമോഥെയോസ് 1:5, 19. 1 തിമോഥെയോസ് 1:5, 19. 3:9. 4:2. 2 തിമോഥെയോസ് 1:4. തീത്തോസ് 1:15. അടുത്ത മറ്റൊരു പ്രയോഗം ദൈവഭക്തി. ദൈവഭക്തി 1 തിമോഥെയോസ് 2:1, 10. 1 തിമോഥെയോസ് 2:1, 10. 3:16. 4:7, 8. ഇനി അടുത്ത മറ്റൊരു പ്രയോഗം നല്ലത്. നല്ലത്, നല്ല കാര്യങ്ങൾ. നല്ല യുദ്ധസേവ, നല്ല യുദ്ധസേവ. 1:18. നല്ല മനസാക്ഷി.
1 തിമോഥെയോസ് 1:5-19 മുമ്പ് എഴുതിയ വാക്യമാണ്. എന്നാൽ ഇത് വേറെ വിഷയം. നല്ല വേല. ഒന്ന് തിമോഥെയോസ് 3:1. നല്ല പോരാട്ടം. ആറിന്റെ 12. നല്ല അടിസ്ഥാനം. ആറിന്റെ 19. നല്ല ഭടൻ. രണ്ട് തിമോഥെയോസ് 2:3. അപ്പോൾ ഈ പ്രയോഗങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. വിശ്വാസം, പത്യോപദേശം, മനസാക്ഷി, ദൈവഭക്തി, നല്ലത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇടയലേഖനത്തിൽ ക്രിസ്തുവിനെ എങ്ങനെ കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനെ എങ്ങനെ കാണാം? ഒന്ന്, ഇടയലേഖനത്തിൽ ക്രിസ്തു ഏക മധ്യസ്ഥൻ. നമുക്ക് ഓരോ പുസ്തകങ്ങളിലും പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ ബഹുവിധമായിരിക്കുന്ന സവിശേഷതകളോടെയാണ് കാണുവാൻ കഴിയുന്നത്. ഇടയലേഖനത്തിൽ ക്രിസ്തുവിനെ എങ്ങനെ കാണാം? ഒന്ന്, ഏക മധ്യസ്ഥനായിട്ടാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ പല മധ്യസ്ഥന്മാരില്ല, ഏക മധ്യസ്ഥനേ ഉള്ളൂ. അതാരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. 2:5. രണ്ട്, കിരീടം നൽകുന്ന ന്യായാധിപതി. രണ്ട് തിമോഥെയോസ് 4:8. ഞാൻ നല്ല പോർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കുള്ളതാണ്. അപ്പോൾ ഓർത്തു നോക്കിക്കേ, നമ്മുടെ കർത്താവ് മധ്യസ്ഥൻ മാത്രമല്ല, നാം കർത്തൃസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്നതായ പ്രതിഫലമായ കിരീടം കർത്താവ് നൽകും. എന്തുകൊണ്ട്? അവൻ ന്യായാധിപതിയായ കർത്താവായതുകൊണ്ട്. 3, മഹാദൈവവും രക്ഷിതാവുമാണ് ക്രിസ്തു. മഹാദൈവവും രക്ഷിതാവുമാണ് ആര്? ക്രിസ്തു. തീത്തോസ് 2:12. ക്ലാസ് ഇന്ന്